ഇന്ന് റിലീസ് ചെയ്ത കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 കണ്ടു. അപ്പോൾ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്ക് ചോദിച്ചാൽ കിടിലം പടം. തിയേറ്റർ മെറ്റീരിയൽ എന്ന് തന്നെ പറയാം. നിങ്ങൾ ആദ്യത്തെ കാന്താര സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അത് 100% നിങ്ങൾക്ക് വസൂലാവും. പിന്നെ ഇത് OTTയിൽ കാണുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം ഇത് ഡെഫിനിറ്റ്ലി ദിസ് ഇസ് എ തിയേറ്റർ മെറ്റീരിയൽ. ഇതിലെ കഥ അതുപോലെ പ്ലോട്ട് കാര്യങ്ങളൊക്കെ യൂഷ്വലി സിമിലർ ടു ഫസ്റ്റ് കാന്താരയാണ്. സെയിം കഥയാണെന്നല്ല, പക്ഷേ ആ ഏകദേശം അതേ ടൈപ്പാണ് ഇതിലും കഥ വരുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കാന്താര എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അതിലെ നിഷ്കളങ്കരായ കുറേ ഗ്രാമീണർ, അവരുടെ വിശ്വാസം, അതുപോലെ ഒരു ലെജൻഡ് വരുന്നു, കുറച്ച് ചെറിയ ചെറിയ കോമഡികൾ, അതെല്ലാം അതേപോലെ ഇതിൽ എന്നാൽ ഒരു ബിഗ്ഗർ സ്കെയിലിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോകാൻ നല്ല ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇത് പോവാതെ എന്നാൽ വലിയൊരു ക്യാൻവാസിലേക്ക് ഈ പടത്തിനെ അവർ പറിച്ചു നട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ പറയുന്ന പോലെ ഇതിൽ CGI യൂസ് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമയാണ്. ഇതിൽ കുറച്ച് അനിമൽസിനെ കാണിക്കുന്നുണ്ട്. ഒരു തേവാങ്കല്ല, കുറേ തേവാങ്കുകളുണ്ട്. പിന്നെ കടുവ. അപ്പോൾ അതിനൊക്കെ CGI വെച്ച് അവർ ചെയ്തിരിക്കുന്നത് കണ്ടാൽ, ഇപ്പോൾ കടുവയെ കണ്ട സത്യം പറഞ്ഞാൽ ഒറിജിനൽ കടുവയാണെന്നേ ഉള്ളൂ. അപ്പോൾ ആ CGIക്ക് വേണ്ടി മാത്രം തിയേറ്ററിൽ പോയാലും നഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. CGI ഞാൻ IMDbയിൽ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ടീമാണ് CGIയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. ഇതിൽ കാടിനകത്തൊരു ഫൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു രഥത്തിനകത്തൊരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ അവർ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഏതൊക്കെ ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു പിടിയും കിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് കൊറിയോഗ്രാഫ്ഡാണ് ഇതിലെ ഓരോ ഫൈറ്റുകളും. നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള ബംഗ്ലാനാണ് ഈ പടത്തിൻ്റെയും പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പടത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാനുണ്ട്. ആക്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഋഷഭ് ഷെട്ടി ആസ് യൂഷ്വൽ ഹാസ് ഡൺ ഹിസ് ജോബ്. പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. വലിയൊരു സർപ്രൈസ് എന്താണെങ്കിൽ നമ്മുടെ ജയറാമേട്ടൻ ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ലെങ്ത് ക്യാരക്ടറാണ്. അപ്പോൾ സാധാരണ ജയറാമേട്ടൻ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഈയിടെയായിട്ട് അന്യഭാഷകളിൽ ഭയങ്കര കോമഡി പീസ് ആവാനാണ് സാധ്യത ഉണ്ടാവാറ്. പക്ഷേ ഇതിൽ ജയറാമേട്ടൻ വളരെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വില്ലൻ ക്യാരക്ടറായിട്ട് ഒരു രാജാവിൻ്റെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. പുള്ളി എനിക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. പുള്ളിയുടെ പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കാന്താര എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനാണ് എല്ലാവരും ഉറ്റുനോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് മാത്രമാണ് ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് നമുക്കിതിൽ കിട്ടുന്നത്. ഈ ഒരു പടത്തിൽ പല ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ക്ലൈമാക്സിലൊരു ഫുൾ ലെങ്ത് എന്താ പറയുക, ആക്ഷൻ സീക്വൻസുകളും അതുപോലെ സംഭവങ്ങളും കൂട്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 1 അവറോളം ലിറ്ററലി വൈൽഡ് ഫയർ ആയിരുന്നു തിയേറ്ററിൽ എന്ന് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ കാന്താര ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഗോ ഡെഫിനറ്റ്ലി ആൻഡ് വാച്ച് ദിസ് ഇൻ തിയേറ്റർ. ആൻഡ് ദർ ഈസ് അനദർ പാർട്ട് കമ്മിങ്. സോ ദിസ് ഇസ് പാർട്ട് 1, ലെജൻഡ് പാർട്ട് 1. Another part is also coming for this movie. Thank you.